സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹായ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ എത്രയാണ് 450 പേർ. അതെ, തീർച്ചയായിട്ടും ഹാഷ്മി, ക്രിസ്റ്റീന, ഇസ്രായേൽ ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. മരണസംഖ്യയും കൂടുന്നു. ഈ ദിവസത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ മൺഡേ മോർണിംഗിൽ മാത്രം, രാവിലെ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്ന 230ഓളം പേരാണ്. ഈ 3 ദിവസത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 450-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. എന്ന് മാത്രമല്ല, അവിടുത്തെ എണ്ണപ്പാടങ്ങൾ പലതും കത്തുകയാണ്. എണ്ണയുടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലോക തലത്തിൽ തന്നെ കൂടാൻ പോകുന്നു. ഇപ്പം തന്നെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ക്ഷീണമെന്ന് പറയുന്നത്, ഇതുവരെ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ, ഇരുമ്പ് കവചങ്ങൾ ഏത് മിസൈലിനെയും തടഞ്ഞു നിർത്താൻ കഴിവുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ 3-ാം ദിവസം 200 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചപ്പോൾ ഞായറാഴ്ച പുലർച്ചെ തന്നെ അത് വലിയ രീതിയിൽ ഭേദിക്കപ്പെട്ടു. ഇപ്പോഴും ഭേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടെല്ലവീവിലെ ഒരു കെട്ടിടം, 8 നില കെട്ടിടം തകർന്ന് 35-40 പേർ അതിൻ്റെ ഉള്ളിൽ കാണാതായിട്ടുണ്ട്. അവരെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ ഇസ്രായേൽ 20 പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ 10-ന് താഴെ ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ മരണസംഖ്യ ഇതിനേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കാം. അവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും ലോക്കൽ മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇസ്രായേൽ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു വാണിംഗ് പോലെ, ഒരു തരത്തിലും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനിയെ വധിക്കരുത്. അത് വേറൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അദ്ദേഹത്തെ വധിക്കരുത്. കാരണം ആ സംശയത്തിലാണ്. കാരണം എല്ലാ നേതാക്കളുടെയും നീക്കങ്ങൾ, അവരുടെ മൂവ്സ്, അവരെവിടെ നിൽക്കുന്നു, എല്ലാം മൊസാദ് ഇറാനിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ഏജന്റുമാർ, മൊസാദ് എന്ന് പറയുമ്പോൾ ഇസ്രായേലികൾ മാത്രമാവണമെന്നില്ല, ഇറാനിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന പലരെയും ഇസ്രായേൽ മൊസാദിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അവർ വഴി എല്ലാം അറിയുന്നുണ്ട്. ഈവൻ ഈ പടക്കളത്തിൽ തന്നെ ആൾക്കാരുണ്ട്, പടക്കളത്തിൽ തന്നെ ഒറ്റുകാരുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഇത്രയും ജനറൽമാരെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റില്ലായിരുന്നു. സൈനിക തലവന്മാർ ഇപ്പോൾ പിന്നെയും അവരുടെ ഇൻ്റലിജൻസ് ചീഫിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർ 9 പേരെ വധിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. ആണവ ശാസ്ത്രജ്ഞർ 14 പേരെ വധിച്ചതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. 80-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ പറയുന്നത്. സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിവിലിയൻ, സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ള ആരോപണം ഇറാൻ പറയുന്നു. ഇസ്രായേലും ഇതേ ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട്, സാധാരണക്കാർക്ക് മേലാണ് ഇത് നടത്തുന്നത് എന്നുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങൾ തുടരുകയാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ്. പക്ഷേ ഇസ്രായേൽ കുലുങ്ങാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറാനും അതേ അവസ്ഥയിലാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മരണസംഖ്യ ഇനിയും കൂടുമെന്നുള്ള തരത്തിൽ തന്നെയാണ്. അവിടെയുള്ള മലയാളികളും ഇന്ത്യക്കാരോടൊക്കെ വളരെ കൃത്യമായിട്ട് ഷെൽട്ടറുകളിൽ കഴിയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും കരച്ചിലും ബഹളവും ആശങ്കയുമാണ്. കാരണം മിക്കവാറും സമയത്ത് സൈറൻ 2 സ്ഥലത്തും, ടെല്ലവീവിൽ, അതുപോലെ തന്നെ ടെഹ്റാനിൽ, ജെറുസലേമിൽ, ഹൈഫ തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത് മുഴങ്ങുമ്പോൾ ജനക്കൂട്ടം ഓടി ബങ്കറുകളിലേക്ക് പോവുകയാണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു അവസ്ഥ. ആ തരത്തിൽ ആൾക്കാർ പോകുന്നു. അയൺ ഡോമുകൾ ഭേദിക്കപ്പെടുന്നു. ഇസ്രായേലിൻ്റെ രക്ഷാകവചം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയും ബ്രിട്ടനൊക്കെ നേരത്തെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷിക്കാൻ വന്നതുപോലെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇറാൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട്, എന്തെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വന്നാൽ അവരുടെ ബേസുകൾ, വ്യോമത്താവളങ്ങൾ അടക്കം ആക്രമിക്കും. അമേരിക്കയ്ക്ക് ഇറാഖിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വ്യോമത്താവളങ്ങളുണ്ട്, സേനാത്താവളങ്ങളുണ്ട്, അവിടെയൊക്കെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അമേരിക്ക ഇതിൽ അടിക്കണങ്ങി അടിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾ പങ്കാളിയല്ല എന്ന രീതിയിൽ അമേരിക്ക മാറി നിൽക്കുകയാണ്. കാശ്മീർ, ക്രിസ്റ്റീന.